ഹായ്. അപ്പോൾ അമ്മ സംഘടന എന്ത് നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നതാ. ഇന്നസെൻ്റൊക്കെ ഉള്ളപ്പോൾ സമയത്ത് എല്ലാം തവിടുപൊടി ആക്കി പിന്നെ നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒவ்வொரு പ്രശ്നമായി, അതായി ഇതായി സംഘടന തന്നെ ആകെ തള്ളി പിരിഞ്ഞ്. എന്താ പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന ഒരു ബഹുമാനം ഇപ്പം ആർക്കും ഇല്ല. ആ സംഘടനയൊക്കെ ആർക്കും ഇല്ല. ഇപ്പം നോക്കി അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഒന്നുമില്ല. ഏത് സമയത്ത് അടിയാണ്, ഏത് സമയത്തും വഴുക്കാം. ഇപ്പം അമ്മായിയമ്മ പോരാ, അമ്മ പോരല്ല ഇപ്പം അവിടെ നടക്കണം. അമ്മായിയമ്മ പോരാ നടക്കണേ. ഒരാളെ അവിടെ കൊണ്ട് കേസ് കൊടുക്കുക, ഇന്നൊരാളെ അവിടെ കൊണ്ട് കേസ് കൊടുക്കുക. ഇവിടെ ഒരു സംഘടന നിൽക്കാനടുത്ത് ഒറ്റുമയില്ലെന്നാ ആ സംഘടന നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒറ്റുമയില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് രാജിവെച്ച് നിങ്ങൾ പോവാം. ചുമ്മാ നാട്ടുകാരെയും കൊണ്ട് ആൾക്കാരെയും കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതേ ഭരിച്ച് കാണിക്കാം. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അമ്മമാർ ഇരുന്നിട്ട് ഞങ്ങൾ സ്ത്രീകൾ ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കയറിയത്. നിങ്ങൾക്കുള്ള ഒറ്റുമ ഇല്ലണം പിന്നെ എങ്ങനെയാണ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സ്ത്രീകൾ നിങ്ങൾക്ക് ഒറ്റുമ ഇല്ലണം പിന്നെ ആ സംഘടന എങ്ങനെ മുമ്പോട്ട് പോകും? നിങ്ങൾ ഒറ്റുമയായിരുന്നല്ലേ ആ സംഘടന മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ട. ആകെ നാച്ചിക്കളഞ്ഞു. ഒരാൾ പറയുന്നു സിഗാരിനെ വിളിച്ചു, ഒരാൾ വിളിച്ചില്ലെന്ന് പറയുന്നു, ഒരാൾ അമ്മായിയമ്മ പറയും. ദേഹത്തോർത്ത് നിങ്ങളങ്ങനെ വിളിച്ചാലും നിങ്ങൾ അൻസിബ 1 കോടിയൊക്കെ തന്നെ ചോദിക്കണേ നഷ്ടപരിഹാരം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വേദനിച്ചിട്ടുണ്ടാവാർക്കാം, ശരിയായിരിക്കാം. പക്ഷെ ഒരു മിനിമം ബോധം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ പറഞ്ഞു തീർക്കുക. അതിനകത്തിരുന്ന് നിങ്ങൾ പറഞ്ഞു തീർക്കുക. നിങ്ങളൊരു സംഘടന ഉണ്ടായിരിക്കുക, തലമുറ നേരത്തെ ഉള്ള ഒരു സംഘടന. അതിൽ ഒരു തലമുറ ഇതിൽ ഇരിക്കണ ഒരു സ്ഥാനത്ത് ഇരിക്കണ നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു തീർക്കുക. ആർക്കും നിങ്ങൾക്ക് തെറ്റുണ്ടായോ, തെറ്റ് പറ്റിയോ, നിങ്ങൾ എന്താണ് എന്നിട്ടൊക്കെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞു തീർക്കാം. ഇപ്പം എന്തായി? നാട്ടക്കേസായി. സിഗാദിനെ വിളിച്ചു, അയാൾ പറയുന്ന ഞാൻ വിളിച്ചില്ല എന്ന് പറയുന്ന, ലക്ഷ്മിപ്രിയ പറയുന്ന ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ചെയ്തില്ല, കേസ് കൊടുത്തില്ല, അങ്ങനെ ഇല്ല. സുജാത മേനോൻ എന്ത് ചെയ്തു? അത് എല്ലാം കൂടി ആകെ നാണം കെടുത്തി കയറിയപ്പോൾ എന്തായിരുന്നു ഇവരുടെ വാചകം? ഞങ്ങളിപ്പോൾ പരിച്ച് കാണിച്ചു തരാം, ഇപ്പം ഞങ്ങൾ തകർത്ത് കാണിച്ചു തരാം, ഞങ്ങളെപ്പോലെ ഈ പറഞ്ഞ ആരും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കയറിയതാണ്. അതാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായ പോലെ നമ്മൾ അവിടെ ഇരുന്ന് പറഞ്ഞ് തീർന്നാൽ തീരും. അതിന് പകരം ഇവിടെ നമ്മൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു വാക്ക് ഇത് ഇന്നൊരാളോട് പറഞ്ഞാൽ അത് ആ ആൾ ഒരു വാക്ക് കൂടി എക്സ്ട്രാ ഇടും അല്ലേ? ഒരു വാക്കും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ഇന്നൊരാൾ അവിടെ ചെന്ന് പറയുമ്പോൾ ഇന്നൊരാൾ പറയും, അയാൾക്ക് തോന്നിയത് പറയും. ഇന്നൊരാൾ നമ്മളൊരു കഥ പറഞ്ഞ് ഒരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് ഇന്നൊരാളോട് പറയാം അയാൾ എങ്ങനെ ഒരു കഥ കൂട്ടിയേ പറയുള്ളൂ. അപ്പോൾ ആ കഥ നിങ്ങൾക്ക് എന്താണോ തോന്നിയത്, നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായത്, നിങ്ങൾ നേരിട്ട് അവിടെ ഇരുന്ന് അമ്മ സംഘടന വെച്ച് മീറ്റിംഗ് വെച്ചാൽ ഇപ്പോൾ എവിടെ വരെ നിർത്തി നിൽക്കുന്നു? കേസും കൂട്ടും നാണക്കേടും. ഇപ്പോൾ എല്ലാവരും വിളിക്കാൻ അമ്മാന്നല്ല വിളിക്കുന്നത്. ആ അമ്മയ്ക്കൊന്നും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ആ സ്ഥാനത്തിന്. അമ്മായിയമ്മ പോരും, അമ്മായിയമ്മ ചക്കാലത്ത് പോയി എന്ത് പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു തീർക്കാമായിരുന്നു. ഇപ്പോൾ കണ്ട സിഗാദിനെ വിളിച്ചു, ഒരു കേസ് കണ്ട് ചിലവരൊക്കെ കൊടുക്കാറുണ്ട്, മണപ്പൂർവ്വം കൊടുക്കാറുണ്ട്. സിഗാദിനെ വിളിച്ചു, അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു. അങ്ങനെയൊക്കെ വിളിക്കാതിരുന്ന വിളിച്ചവർക്ക് ബോധമില്ല. അത് കേട്ട് കേസ് കൊടുത്തവർക്ക് കുറച്ച് അയാളുടെ മുഖത്ത് നേരം നിന്ന് ചോദിക്കാൻ തൻ്റെയിടമില്ല. കേസ് കൊടുത്ത് നിങ്ങൾക്ക് എന്താ കിട്ടി? 1 കോടി നഷ്ടം കിട്ടും, അത്രയല്ല. അതാണ് ഉദ്ദേശിച്ചത് എന്നാണ് അറിയാൻ പാടില്ല. ലക്ഷ്മിപ്രിയ വെറിയിലേക്ക് സംസാരിക്കുന്നു, സുജാത മേനോൻ്റെ അയാൾ റീയിലേക്ക് സംസാരിക്കുന്നു, അൻസിബ രീതിയിലേക്ക് സംസാരിക്കുക. അൻസിബ ഒരു രീതിയിൽ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. ഞാനാണ് എന്നെങ്ങനെ പറഞ്ഞു മനസ്സിലാവണല്ലോ. എന്താണ് എനിക്ക് തോന്നുന്നത്? ബോധമില്ലേ അങ്ങനെ പറയാൻ? അയാൾ അത്രയും കൊച്ചല്ലല്ലോ. ഇത്രയും സമൂഹം, ഇത്രയും മൊബൈലും കാര്യങ്ങളും എല്ലാ കാര്യവും വന്നിരിക്കണം ഒരു സമൂഹത്തിൽ, ഒരു ക്യാമറ, ഇത്രയും ആൾക്കാർ. നമ്മളിപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ കൂടി ഇല്ല ആരെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഒറ്റയ്ക്കിരുന്നപ്പോൾ ആരോട് പറഞ്ഞതാണോ എന്താണ് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ അത് ചെന്ന് ആരെങ്കിലും ഒറ്റ കൊടുത്തതെന്നോ അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് പറയുന്ന ഒരു ബോധമുള്ള ആളിന് ആ വാക്ക് പറയില്ല, ഒരാളെ പറ്റിയാണ് പറയില്ല. ഇനി പറയാണ്ട് വേറെ ആൾ കുടിക്കാതാനാലും അതിന് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയ വിലയൊക്കെ കൊടുക്കും.
ഒരാളെ മനസ്സിനകത്ത് കൊണ്ട് വേദനിപ്പിച്ച് ഇങ്ങനെ കേസൊക്കെ കൊടുത്ത് അവർ പോയി. ഇപ്പോൾ എത്ര നാൾ നടന്നാലും ഇതിൻ്റെ പുറകെ ഈ കേസും കൂട്ടമായിട്ട് എത്ര നാൾ എന്ത് ചെയ്തു? ഒരു അമ്മ സംഘടനയിൽ കയറി നിങ്ങളെല്ലാവരും കൂടി. എന്നിട്ട് നിങ്ങൾക്ക് ആകെ നിങ്ങളെ നാറി നാറ്റക്കേറ്റാക്കി എന്തൊക്കെ നോക്കാൻ പോലെ പറ്റണം. ഇപ്പോൾ കോടിയുടെ കണക്കാണ് അവിടെ നടക്കണം.